എൻ്റെ പേര് കെ വി ദയാൽ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ പഞ്ചായത്തിലാണ് താമസം. 35 വർഷത്തിന് മേലായി ജൈവകൃഷി രംഗത്ത് നിൽക്കുന്ന ആളാണ്. ജൈവകൃഷി പഠിപ്പിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ കോഴ്സ് നടത്തുകയും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവാർഡ് കൊടുക്കുകയും എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ഞാനാണ്. അപ്പോൾ എനിക്കൊരു 35 വർഷം ആയിട്ട് കർഷകരുടെ പ്രശ്നവും കൃഷിയിലെ പ്രശ്നവും എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം 92 മുതൽ 97 വരെ ഞാൻ 5 വർഷം നേരിട്ട് കൃഷിയെപ്പറ്റി പഠിക്കുകയായിരുന്നു. ആ പഠിച്ച ഒരു 5 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കിയ കാര്യം, കൃഷിയിലെ പ്രശ്നങ്ങൾ അതീവ സങ്കീർണങ്ങളായിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ കർഷകൻ്റെ പ്രശ്നവും അതിസങ്കീർണമായിരിക്കുന്നു. അപ്പോൾ ഈ കൃഷിയിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ എല്ലാവരും എല്ലാവരും സ്ട്രെസ് ചെയ്യുന്നത് കൃഷിയിലെ പ്രശ്നം രണ്ടും ഒന്നായിട്ടാണ്. എന്നാൽ അങ്ങനെ അല്ലത്. കൃഷിയിലെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ കൃഷിയിലെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ തെങ്ങ് രോഗം ഒന്ന് മാറ്റിത്തരാൻ ആധുനിക ചികിത്സാ ശാസ്ത്രത്തിനോ ആധുനിക കൃഷി ശാസ്ത്രത്തിനോ ഒരു സംവിധാനത്തിനും ഇന്നേ വരെ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കൃഷിയിലെ പ്രശ്നമായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു കീടത്തിൻ്റെ ആക്രമണം ശക്തമായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചെമ്പൻ ചെല്ലി, അതിനൊരു പരിഹാരം കിട്ടിയിട്ടില്ല. ഒരുപാട് സൊല്യൂഷൻസ് വരുന്നുണ്ടെങ്കിലും ഒരു ശാശ്വതമായ ഒരു പരിഹാരം, ലളിതമായ ഒരു പരിഹാരം, ഒരു സാധാരണ കർഷകന് അനുവർത്തിക്കാൻ പറ്റുന്ന ഒരു പരിഹാരം വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. തെങ്ങ് രോഗം ഇന്നും നിലനിൽക്കുന്നു. ഓല മഞ്ഞളിച്ച് നിൽക്കുന്നു, ചെല്ലുകുത്തി, ചെന്നീരൊലിപ്പ്, കാറ്റ് വീഴ്ച, എല്ലാ രോഗങ്ങളും ഇന്നും നിലനിൽക്കുകയാണ്. അപ്പോൾ അത് കൃഷിയിലെ പ്രശ്നമാണ്. കൃഷിക്കാരൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന് മാർക്കറ്റിൽ വില കിട്ടണില്ല. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിച്ചാലും അവന് വില കിട്ടുന്നില്ല. അത് സാമ്പത്തിക സുരക്ഷിതത്വമില്ല. ആളുകൾ കൃഷിയിൽ നിന്ന് ഓടിപ്പോകുന്നു. അത് കൃഷിയിലെ പ്രശ്നമാണ്. അവൻ കൃഷി ഉപേക്ഷിക്കും. കാരണം കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ഒരു ലെവലിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുന്നു. മറ്റ് മാർഗങ്ങൾ എന്തെങ്കിലും ഒരു തൊഴിലുണ്ടെങ്കിൽ കൃഷിക്കാരൻ അങ്ങോട്ട് പോകും. അങ്ങനെ 2 പ്രശ്നങ്ങളുണ്ട്. രണ്ടിനും പരിഹാരം വ്യത്യസ്തമാണ്. ഇനി കൃഷിയിലെ പ്രശ്നങ്ങളിൽ മെയിനായിട്ട് നിൽക്കുന്നത് സോയിൽ അസിഡിറ്റിയാണ്. അതായത് മണ്ണിൻ്റെ pH 7 ആക്കി നിലനിർത്തിയാൽ മാത്രമേ മണ്ണിൽ ചെടികൾ ആരോഗ്യത്തോടെ വളരുകയുള്ളൂ. ഈ pH നിലനിർത്താൻ വേണ്ടി നാളിതുവരെ 10,000-കണക്കിന് വർഷമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുമ്മായം ഇടുകയാണ്. കുമ്മായം ഇടാൻ പറയും. ഒരു ഏക്കറിന് ഇത്ര കിലോ കുമ്മായം ഇടാൻ പറയുന്നു. കൃഷി ഓഫീസർമാർ പറയുന്നു, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പറയുന്നു. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകം മുഴുവൻ. മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന കുമ്മായമാണ്. ഈ കുമ്മായം എന്തിനാണ് ഇങ്ങനെ കുമ്മായം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വളരെ ഇമ്മീഡിയറ്റായിട്ട് മണ്ണിൽ ലയിച്ചു ചേരുന്നു. പക്ഷേ ഇതിനൊരു ദോഷമുണ്ട്. ഇക്കോളജി നിയമം അനുസരിച്ച് മണ്ണിൽ പ്രയോഗിക്കുന്ന വളങ്ങളോ എന്ത് പ്രയോഗം നടത്തിയാലും ശരി, അത് മണ്ണിലുള്ള ഒരു ജീവിയെ പോലും കൊല്ലുന്നതാവരുത് എന്നാണ് ഇക്കോളജി പഠിപ്പിക്കുക. ഇപ്പോൾ കുമ്മായാണ് ഇടണമെങ്കിൽ മണ്ണിലെ മണ്ണര പോലും ചത്തുപോകും. മണ്ണര ചത്തുപോകുമെങ്കിൽ മണ്ണിലെ സൂക്ഷ്മജീവികൾ മുഴുവൻ ചത്തുപോകില്ലേ? സോയിൽ ഇക്കോളജി ആകെപ്പാട് തകർന്നു പോകും. എന്ന് മാത്രമല്ല, മണ്ണിൻ്റെ pH പെട്ടെന്ന് 10ലേക്ക് ഉയരും. 10ലേക്ക് ഉയർന്നിട്ട് കുറച്ച് നാളുകൾ കൊണ്ട് വീണ്ടും പഴയ ലെവലിലേക്ക് വരും. ഈ ഹൈ ഫ്ലക്ച്വേഷൻ ചെടികൾക്ക് ഷോക്കുമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണാനായിട്ടാണ് ജൈവകൃഷി ശ്രമിച്ചത്. കാൽസ്യം വേണം. കാൽസ്യം ഇല്ലെങ്കിൽ ബോറർ വർഗത്തിൽപ്പെട്ട വണ്ടുകൾ വന്ന് കുത്തി നശിപ്പിക്കും. കാൽസ്യം ഇല്ലെങ്കിൽ പൊട്ടാസ്യം മണ്ണിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല. സോഡിയം ഇല്ലെങ്കിൽ പൊട്ടാസ്യം പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇതെല്ലാം കൂടി കോംപ്ലിക്കേഷൻ. അത് സോയിൽ ബാലൻസ് തെറ്റിപ്പോകും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആലോചിച്ചപ്പോഴാണ് കുമ്മായം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കക്ക തന്നെ മെഷീനിൽ പൗഡർ പോലെ, കുമ്മായം പോലെ തന്നെ പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ട് മണ്ണിലിട്ട് നോക്കി. നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അതൊരു മണ്ണാണ്, മണ്ണിൻ്റെ ഭാഗമാണ്. ഇത്തിൽ കക്ക അത് പൗഡർ പോലെ പൊടിച്ചു കഴിഞ്ഞാൽ കുമ്മായം പോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. സോയിലുള്ള ഒരു ജീവിയും ചാകില്ല. എന്ന് മാത്രമല്ല, മണ്ണരയ്ക്കൊരു കുഴപ്പം വരില്ല. മണ്ണിൻ്റെ pH സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തും. ഹൈ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നില്ല. സോയിൽ അസിഡിക് ആകുന്നതിന് ആനുപാതികമായി ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഭയങ്കര അഡ്വാൻറ്റേജാണ്. ഒരു പ്രാവശ്യം വിട്ട് ഒരു 3-4 പ്രാവശ്യം നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തരികൾ അവിടെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇടേണ്ട ആവശ്യം പോലും വരുന്നില്ല. അതായത് കോസ്റ്റ് പതുക്കെ
കുറഞ്ഞു വരും, കൃഷി ചെലവ് കുറഞ്ഞു വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ സമീപിച്ച എൻ്റെ ചെറുപ്പക്കാർ, എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട്, അപ്പോൾ അവർ പറഞ്ഞു അത് ശരി, ഞങ്ങളിത് ചെയ്യാം. അങ്ങനെ അവരൊരു മെഷീൻ ഉണ്ടാക്കി അതിനകത്ത് പൗഡറാക്കി ഇന്ന് കേരളത്തിലുടനീളം സപ്ലൈ ചെയ്യുന്നു. അതായത് കുമ്മായത്തിൻ്റെ പാതി വിലയ്ക്ക് കുമ്മായത്തിൻ്റെ ഡബിൾ ബെനിഫിറ്റുള്ള ഒരു സാധനം മാർക്കറ്റിലുണ്ട്. അത് ആളുകൾ വാങ്ങിയിടണം. കാരണം കേരളത്തിൻ്റെ മണ്ണ് ഹൈലി അസിഡിക്കാണ്. കാരണം മഴയാണ്, നമ്മുടെ മഴ 6 മാസം മഴ പെയ്യുന്ന ഒരു പ്രദേശത്ത് ആ മണ്ണിലെ കാൽസ്യം മുഴുവൻ വെള്ളത്തിൽ ലയിച്ച് ഒഴുകിപ്പോകും. മഴവെള്ളത്തിൽ അപ്പം അസിഡിറ്റിയും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ലയിക്കും, കാൽസ്യം ലയിക്കും, മുഴുവൻ ഒഴുകിപ്പോകും. മഴക്കാലം കഴിയുമ്പോൾ സോയിൽ വീണ്ടും അസിഡിക്കാകും. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മളുടെ മണ്ണ് ഹൈലി അസിഡിക്കാണ്. കേരളം കുമ്മായം ഇല്ല, മണ്ണിലില്ല. കടലിലെ കക്കകളുണ്ടായിരുന്നു, അത് തീർന്നു പോയി കഴിഞ്ഞു, വർഷങ്ങൾ കൊണ്ട് തീർന്നു പോയി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മൾ ഇട്ടേ പറ്റൂ. ഇന്ന് ഇത്രയും നാൾ നമ്മൾ ഇടാതിരുന്നത് കൊണ്ടും കുമ്മായമാണ് അല്പമെങ്കിലും ഇട്ടിരുന്നത് കൊണ്ടും ഒരു തുടക്കം എന്ന രീതിയിൽ ഒരു 6 കിലോ ഈ കക്കയുടെ പൊടിയെങ്കിലും ഇടണം. അപ്പോൾ നമുക്ക് മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യാൻ പറ്റും. മണ്ണ് ഈ ചെടികളുടെ ബോറർ വർഗത്തിൽപ്പെട്ട, അതായത് തണ്ട് തുരപ്പൻ വർഗത്തിൽപ്പെട്ട ജീവികളുടെ ആക്രമണം ഡ്രാസ്റ്റിക്കായിട്ട് റെഡ്യൂസ് ചെയ്ത് കിട്ടും. അപ്പോൾ ആ 2 അഡ്വാൻറ്റേജ് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അതും പോരാ. ഈ പ്രതിരോധ ശക്തി സസ്യജാലങ്ങളുടേത് കൂട്ടണമെന്നുണ്ടെങ്കിൽ, അവിടെ കൃഷി ചെയ്യുന്ന വിളകളിൽ പ്രതിരോധ ശക്തി കൂട്ടണമെന്നുണ്ടെങ്കിൽ ട്രേസ് എലമെൻറ്റ്സ് എല്ലാം കിട്ടിയേ പറ്റും. അയോഡിൻ, ബോറോൺ, സിങ്ക്, വനേഡിയം പോലെയുള്ള സകല ട്രേസ് എലമെൻറ്റും. ഈ ട്രേസ് എലമെൻറ്റ് നമ്മുടെ ഭക്ഷണങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ യുണീക്കായിട്ടുള്ള ഒരു ട്രേസ് എലമെൻറ്റാണ് അയോഡിൻ. അയോഡിൻ ഇല്ലാത്തത് കൊണ്ടാണ് അയോഡൈസ്ഡ് സാൾട്ട് തന്നത്. പക്ഷെ അതൊരു പരിഹാരം ആയിട്ടില്ല. അയോഡൈസ്ഡ് സാൾട്ട് കഴിക്കുന്ന മനുഷ്യർക്കും തൈറോയ്ഡ് രോഗം വരുന്നു. അപ്പോൾ അതൊരു പരിഹാരമല്ല എന്ന് ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഓർഗാനിക് അയോഡിൻ തന്നെ മണ്ണിൽ നിന്നും സസ്യജാലങ്ങൾ വലിച്ചെടുത്ത് പഴങ്ങളിലും പച്ചക്കറിയിലും ആക്കിയ ഓർഗാനിക് അയോഡിൻ നമുക്ക് കിട്ടണം. ഇതിനെന്താ വഴിയെന്നാണ് നോക്കിയത്. ഒപ്പം നമ്മുടെ മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യണം, കാൽസ്യം കാർബണേറ്റ് കൊടുക്കുകയും വേണം. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് കടലിലെ കക്ക. കടലിലെ കക്കയിൽ എല്ലാ ട്രേസ് എലമെൻസും ഉണ്ടാകും. കാരണം നൂറ്റാണ്ടുകളായി, 10,000-കണക്കിന് കോടിക്കണക്കിന് വർഷമായി മഴ പെയ്ത് മണ്ണിലെ കാൽസ്യം എല്ലാം ഒഴുകി കടലിലെത്തിയിട്ടുണ്ട്. മണ്ണിലെ ട്രേസ് എലമെൻറ്റ്സ് മുഴുവൻ ഒഴുകി കടലിലെത്തിയിട്ടുണ്ട്. കടൽ വെള്ളത്തിൽ എല്ലാ ട്രേസ് എലമെൻറ്റും, ഇന്ന് മനുഷ്യന് കണ്ടെത്തിയിട്ടുള്ള ട്രേസ് എലമെൻറ്റും ഇനി കണ്ടെത്താൻ പോകുന്നതുമായ സകല ട്രേസ് എലമെൻറ്റും നിശ്ചിത റേഷ്യോയിൽ കടൽ വെള്ളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കടൽ വെള്ളത്തിൽ വളരുന്ന കക്കായിൽ അതുണ്ടാവും, കടലിലെ പായലിലുണ്ടാകും, കടൽ മത്സ്യത്തിലുണ്ടാകും, കടൽ വെള്ളത്തിലുണ്ടെങ്കിൽ എല്ലാ കടൽ ചെളിയിലുണ്ടാകും. അപ്പോൾ ഇത് മനസ്സിലാക്കിയത് കൊണ്ടും കായലിലെ കക്ക പോലെ അല്ലത്. ഒരു പിടി കക്ക നമ്മൾ വാരി മേശപ്പുറത്ത് വെച്ചാൽ എത്ര എണ്ണമുണ്ടോ അത്രയും ഇനങ്ങളാണ്, അത്രയും കളറാണ് എങ്കിൽ ഡൈവേഴ്സിറ്റി ഭയങ്കര റിച്ചാണ് കടലിലെ കക്കയ്ക്ക്. അപ്പോൾ ഈ റിച്ച് ഡൈവേഴ്സിറ്റിയുള്ള കക്ക പൊടിച്ചെടുത്താൽ എന്താണ് എന്ന് നോക്കി അത് ഇറക്കിക്കോളാൻ പറഞ്ഞു. അവരതിനൊരു മിഷൻ തയ്യാറാക്കി, ഒരു യൂണിറ്റ് തയ്യാറാക്കി കടലിലെ കക്ക ശേഖരിച്ച് പൊടിച്ചു കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യും, മണ്ണിന് വേണ്ട കാൽസ്യം കിട്ടുമെന്ന് മാത്രമല്ല ചെടികൾക്ക് വേണ്ട സകല ട്രേസ് എലമെൻസും കിട്ടും, സകല ട്രേസ് എലമെൻസും. അത് ഞാൻ പറഞ്ഞതാണ്, നാളിതുവരെ ഈ ഭൂമിയിലെ മനുഷ്യൻ കണ്ടെത്താത്ത ട്രേസ് എലമെൻറ്റ് പോലും ഇതിനകത്തുണ്ടാവാം. അതാണ് ഇക്കോളജി, അതാണ് പഠിപ്പിക്കുക. കാരണം ദി മോർ ഡൈവേഴ്സ് ദി മോർ സസ്റ്റൈനബിൾ എന്നാണ്. ആ ഡൈവേഴ്സിറ്റി അവിടെ ഉണ്ട്, കടലിലെ കക്കയിലുണ്ട്, നിറത്തിലുണ്ട്, ഷേപ്പിലുണ്ട്. കായലിലെ കക്കയിൽ ഇതില്ല. അപ്പോൾ നമ്മുടെ കാൽസ്യം കാർബണേറ്റും ട്രേസ് എലമെൻസും ഒരേപോലെ കൊടുത്ത് അതിലുണ്ടാകുന്ന ഭക്ഷണം മെഡിസിനായിരിക്കും. മെഡിസിൻ അയഡിൻ ഉണ്ടാകും, ബോറോൺ ഉണ്ടാകും, സിങ്ക് ഉണ്ടാകും, സകലതും ഉണ്ടാകും. നമ്മൾ ഇപ്പോൾ എല്ലാത്തിനും മരുന്നായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻ്റ് എന്നുള്ള ലെവലിലേക്കാണ് വേണ്ടത്. സൊല്യൂഷൻ ഓർഗാനിക് ഫാമിങ്ങിലേക്ക്, ശരിയായ ഓർഗാനിക് ഫാമിങ്ങിലേക്ക് ശരിയായ ഇൻപുട്ട് കൊടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരം. ഇതിനുള്ള വഴിയും തെളിഞ്ഞിട്ടുണ്ട്.